ഹായ് ഓൾ വെൽക്കം ബാക്ക്. എ ടൂൾസ് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കുറേ സെനാരിയോസ് കണ്ടു. സെബ്ര എ, ചാറ്റ് ജി പി ടി, ഫാദം എ ഐ. ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എ ടൂളാണ് ആര്യ എ ഐ. പേര് കേൾക്കുന്ന പോലെ തന്നെ വിനയ് കുമാർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എ ടൂളാണിത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് ബാങ്കിങ്, ഫിനാൻസ്, ഇൻഷുറൻസ്, ഈ മൂന്ന് സെക്ടേഴ്സാണ്. ബാങ്കിലൊരു എ ടൂളോ? അതായിരിക്കില്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അതെ, ചെക്ക് പ്രോസസ്സിംഗ് ആണ് ഈ ഒരു എ ടൂളിന്റെ മെയിൻ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാങ്ക്സിൽ ബൾക്കായിട്ട് ചെക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവും. അത് വൺ ബൈ വൺ ആയിട്ട് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മാനുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ടൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ചെക്സ് ഒക്കെ ബൾക്കായിട്ട് സ്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് തരികയും അത് നമ്മുടെ ഇ ആർ പിയിലേക്ക് ഇൻ്റഗ്രേഷനും ഉണ്ട്. അതുവഴി എൻട്രീസ് ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂൾ നമുക്ക് നമ്മുടെ ഫിനാൻസ് ഏരിയയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ചെക്ക് പ്രോസസ്സിംഗ് തന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. ഇൻ കേസ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ബൾക്കായിട്ട് ചെക്സ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതല്ലാതെ ഇൻവോയ്സ് ഓട്ടോമേഷൻ ഒരു ഫീച്ചർ കൂടെ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇതുപോലെ ബൾക്കായിട്ട് പർച്ചേസ് ബിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് തരികയും നമ്മുടെ ഇ ആർ പിയിലേക്ക് ഇൻ്റഗ്രേഷൻ വഴി എൻട്രീസ് ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു ഫീച്ചറും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ കറന്റ്ലി നമുക്ക് പെയ്ഡ് വെർഷനേ ഉള്ളൂ, ഫ്രീ ട്രയൽസ് ഒന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇതുപോലെ ബൾക്കായിട്ട് ചെക്സ് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്, ബൾക്കായിട്ട് പർച്ചേസ് ബിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എ ടൂൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് പ്രോസസ്സിംഗിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു പ്രീ ബിൽഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉണ്ട്. ഇത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നുണ്ടാവുക ചെക്കിന്റെ ഡേറ്റ്, ചെക്ക് നമ്പർ, പേയി, എമൗണ്ട് ഇൻവേഴ്സ്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡാറ്റ എക്സ്ട്രാക്ഷൻ ഇത് നമുക്ക് തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ടാലി, സോഹോ ബുക്സ്, ക്യുക്ക് ബുക്സ് ഇതിലേക്കൊക്കെ ഇന്റഗ്രേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എൻട്രീന്റെ ഓട്ടോമേഷനും ഇവിടെ നടക്കുന്നുണ്ട്. ഇൻവോയ്സ് ഓട്ടോമേഷനിലേക്ക് വരുന്ന സമയത്ത് സപ്ലയർ നെയിം, അതുപോലെ ബിൽ നമ്പർ, നമ്മുടെ പ്രൊഡക്ട്സ്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്.